നമ്മുടെ മക്കളുടെ ശരീരം കൂടുതൽ വളരുന്നത് ഉറക്കത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹാരിസ് ഒറ്റപ്പാലം. ഇന്ന് നമ്മുടെ മക്കളുടെ ഉറക്കത്തെക്കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ന്യൂട്രീഷൻ, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നായി വളരുമെന്നാണ്. പക്ഷേ നമ്മുടെ മക്കളുടെ വളർച്ചയുടെ കൂടുതൽ ഭാഗവും നടക്കുന്നത് ഉറക്കത്തിലാണ്. ഗ്രോത്ത് ഹോർമോണുകളെല്ലാം അതിന്റെ ഉന്നതിയിലെത്തുന്നത് ഉറക്കത്തിലാണ്. നമ്മുടെ മക്കളുടെ 1-2 മണിക്കൂർ ഉറക്കം നഷ്ടപ്പെടുന്നത് പോലും മസിലുകളുടെ റിപ്പയറിങ്ങും എല്ലുകളുടെ നിർമ്മാണവും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ശക്തിപ്പെടുത്തലിനെയും വളരെയധികം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പെട്ടെന്ന് അസുഖബാധിതരാവുകയും ക്ഷീണം അനുഭവിക്കുന്നവരായി നിങ്ങൾക്ക് തോന്നുകയും ചെയ്താൽ അവരുടെ ഉറക്കത്തിന്റെ റുട്ടീനിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും കൃത്യമായ ഉറക്കം അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉറക്കം എന്നത് റെസ്റ്റ് ടൈം മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്രോത്ത് ടൈം കൂടിയാണ്. എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതായി ശ്രദ്ധിക്കാറുണ്ടോ? വിശപ്പില്ല എന്ന് പറഞ്ഞ്. നമ്മുടെ മക്കൾക്ക് മതിയാവോളം ഉറക്കം ലഭിച്ചില്ല എങ്കിൽ അത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അവരുടെ സ്റ്റൊമക്ക് സ്ട്രെസ് ആവും, മൈക്രോബയോംസ് അൺബാലൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ പോലും ബ്ലോട്ടിങ്ങും ഗ്യാസും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വിശപ്പില്ലായ്മയും അനുഭവപ്പെടാം. റിസർച്ചുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 8 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്ന കുട്ടികൾക്ക് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ക്ലാസ്സിൽ ഫോക്കസ് ഇല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ മക്കൾ രാവിലെ ഭക്ഷണം ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ക്വാളിറ്റി സ്ലീപ്പ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടതാണ്. 8 മണിക്കൂർ ഉറക്കം നമ്മുടെ മക്കൾക്ക് മതിയായതാണോ? ഈ വീഡിയോയിൽ നമ്മുടെ അവർക്ക് എത്ര സമയം ഉറക്കം ലഭിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ടോഡ്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് 10 മുതൽ 14 മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 മുതൽ 13 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 9 മുതൽ 12 മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ്. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 8 മുതൽ 10 മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ്. ഈ പറഞ്ഞ അത്രയും ഉറക്കം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് അവരുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നതാണ്, ഡൈജഷനെ ബാധിക്കുന്നതാണ്, അവരുടെ ബോഡിയുടെ മസിൽ റിപ്പയറിനെ ബാധിക്കുന്നതാണ്, എല്ലുകളുടെ നിർമ്മാണത്തെ ബാധിക്കുന്നതാണ്. മാത്രവുമല്ല അവരുടെ ഫോക്കസിനെയും ബാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ ശരീരത്തിന്റെ റീസെറ്റിങ്ങിനെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ് ഉറക്കം കുറവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഉറങ്ങാൻ വിളിക്കുന്ന സമയത്ത് 5 മിനിറ്റ് കൂടി 5 മിനിറ്റ് കൂടി എന്ന് പറയുന്ന സമയത്ത് അവരെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന റുട്ടീനുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഫ്രീ വെബിനാറുകൾ, 1-to-1 മീറ്റിംഗുകൾ എന്നിവയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.